പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സുന്ദരിപ്പൂച്ച എന്ന കഥ കേൾക്കൂ. മോളെ, ഇതാ നിങ്ങൾക്കൊരു പുതിയ ചങ്ങാതി. ഇനി എലികൾ എന്ത് ചെയ്യുമെന്ന് അറിയണമല്ലോ. ഒരു സുന്ദരിപ്പൂച്ചയെ സമ്മാനിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു. അമ്മുവിനും മാളുവിനും പുതിയ കൂട്ടുകാരിയെ വലിയ ഇഷ്ടമായി. അവരതിനെ കണ്ണെഴുതിച്ചു, പൊട്ടുതൊടിയിച്ച് കൂടെ കളിച്ചു. സുന്ദരിപ്പൂച്ച വെളുത്ത പൂച്ച, എലിയെ പിടിക്കും മിടുക്കിപ്പൂച്ച. പാലുതരാം, ചോറുതരാം, പഞ്ചാരപ്പൂ മുത്തം തരാം എന്നു പാടി അവരെ ആ പൂച്ചയെ കണ്ണെഴുതിച്ച് പൊട്ടു തൊടിയിച്ച് കൂട്ടുകൂടി നടന്നു. 2-3 ദിവസം കൊണ്ട് അവൾക്ക് ആ വീടൊക്കെ പരിചയമായി. സുന്ദരി, ഇന്ന് രാത്രി നീ ഈ അടുക്കളയിൽ കിടന്നോ. സൂത്രക്കാരായ എലികൾ വന്നാൽ ഒന്നിനെയും വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് അവർ സുന്ദരിയെ അടുക്കളയിൽ കിടത്തിയിട്ട് ഉറങ്ങാൻ പോയി. നേരം കുറേ രാത്രിയായി. പെട്ടെന്ന് പാത്രങ്ങളെല്ലാം തട്ടിമറിയുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അച്ഛനും അമ്മയും ഭയന്ന് അടുക്കളയിലേക്ക് ഓടിയെത്തി ലൈറ്റിട്ടപ്പോഴേക്കും എലികളെല്ലാം ഓടിമറഞ്ഞു. നോക്കുമ്പോഴതാ അടുപ്പിന് മുകളിൽ വച്ചിരുന്ന പാത്രങ്ങളെല്ലാം തട്ടിമറിഞ്ഞ് താഴെ കിടക്കുന്നു. അനങ്ങാൻ വയ്യാതെ അതിനടിയിൽ കിടന്ന് സുന്ദരിപ്പൂച്ച മ്യാവൂ മ്യാവൂ എന്നുറക്കെ കരയുന്നു. മ്യാവൂ മ്യാവൂ. ശോ, ഇതിലും ഭേദം എലികളായിരുന്നു എന്നു പറഞ്ഞ് അച്ഛൻ തലയിൽ കൈവച്ചു. അപ്പോഴും പൂച്ച കരയുന്നുണ്ടായിരുന്നു. മ്യാവൂ മ്യാവൂ.